ഗുഡ് ഈവനിങ് ഡൽഹി. ഇതാണ് എൻ്റെ ഡൽഹി ബ്ലോഗ് നമ്പർ 3. ഇന്ന് നമ്മൾ ഇപ്പോൾ കറന്റ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആംബിയൻസ് മാളിൽ നിന്ന് ഇറങ്ങി ആംബിയൻസ് മാളിൽ നിന്ന് ഇറങ്ങി അത് തന്നെ ആംബിയൻസ് മാളിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എവിടെ പോണ്? ഇവരെ മാളുകളിൽ പോവുകയാണ്. എന്തോന്ന് സദാം ഹുസൈനെ സദാർ ബസാർ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് പോയി ഇവർക്ക് പെട്ടി ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പൊ എന്റെ ബ്ലോഗ് 3 വന്നിട്ട് ആ സ്ഥലം കാണാനാണ്. ഒരു മോളിൽ നിന്ന് നേരെ നമ്മളൊരു മാർക്കറ്റിൽ പോയി സാധനം പർച്ചേസ് ചെയ്യുന്നത്. കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഷോർട്ട് സ്റ്റോറി ഇപ്പൊ എന്തൊക്കെയോ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് എനിക്കത് കിട്ടിയില്ല. ഇനിയിപ്പം നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് എന്തായാലും ഇപ്പം അവിടെ എടാ അവള് ക്യാബ് ബുക്ക് ചെയ്താ എന്ത് എന്തൊക്കെയോ വാങ്ങാനും വന്നതാ. എന്തൊരു കാരണം റീസൺ എന്തിനു നോക്കി? റീസൺ എന്നിട്ട് വാങ്ങിച്ചില്ല. ആ സാധനം ഫോണിൽ നോക്കിയതില്ലായിരുന്നു. പിന്നെ വേറൊരു ടീഷർട്ട് എടുത്താൽ കഴുത്തിൽ ഫുള്ള് ചണ്ണ പോലെ അഴുക്കായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമായില്ല. അല്ല ഞാൻ ടീഷർട്ടിന്റെ കഴുത്ത് ഫുള്ള് ചളി പറ്റി കിടക്കിരുന്നു. എന്താ കൊള്ളത്തില്ല. ഇവിടെ നമ്മളിങ്ങനെ ക്യാബ് വെയിറ്റ് ചെയ്തിരുന്നപ്പോ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടു, ഇതൊരു ചെറിയ സ്പീക്കറാണ് ബോഷിന്റെ. ഇതില് തുരുതുര പാട്ട് കേട്ടോണ്ടിരിക്കും. സ്പീക്കറാണ്, അതിലാണ് പാട്ട് കേൾക്കണം. കോപ്പി റൈറ്റ് അടിക്കുമെന്നിട്ട് എനിക്ക് അറിഞ്ഞൂടേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ക്യാബ് വന്നിട്ട് അവിടെ പോയിട്ട് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ, ഈ ബ്ലോഗ് എന്റെ 3rd ബ്ലോഗ് നിർത്താം. ഓക്കെ, ബൈ ഫോർ ദ നെക്സ്റ്റ് ഷോട്ട്. എന്താണ് നമ്മളെ പരിപാടികൾ? പി വൈ അറിയാതെ പി വൈയുടെ ഫോൺ നമ്മളെടുത്ത്, എന്നിട്ട് നമ്മളെന്താണ് ചെയ്യാൻ പോണ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ആരാണ് ഇത് സെറ്റ് ആക്കി തന്നത്? ചന്ദ്രു അല്ല, അഖിലാണ് നമുക്ക് റൂട്ട് സെറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, അഖില പറയാ. ആർക്ക്? வந்துட்டு பர்த்டே விஷ் பண்ண போறோம். சோ சர்ப்ரைஸா பண்ண போறோம். ठीक है. അങ്ങനെ ഭാഗ്യ ഇങ്ങോട്ട് പോയി. ഭാഗ്യ ഡ്രസ് നോക്കാൻ പോയി. എന്താണ് ഞാൻ ഇവളും കൂടെ റിലയൻസ് ഡിജിറ്റലിൽ പോയി പുതിയ മറ്റേ ഇത് ഉണ്ടായിരുന്നു, പുതിയ സാംസങ്ങിന്റെ ഫോൾഡ് അത് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. എവിടെ? അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തു. അപ്പൊ എനിക്ക് ചന്ദ്രന്റെ ഫോണിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അറിയാം. ചന്ദ്രന്റെ ഫോണിൽ ഇത് ഒരു സൈഡിലെ വീഡിയോ എടുക്കും, മറ്റേ സൈഡിലെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇനി താഴെ എന്തോ പരിപാടി, അവിടെ തന്നെ നോക്കാം. താഴെ എന്തോ പരിപാടി ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റേ പരേഡ് കണക്കുള്ള എന്തിനാ സെറ്റപ്പ് ആണോ? പരിപാടി പൊട്ടി എവിടെ? ഇവിടെ എന്നാ കാണാം. സള്ളി ജനഗണമനയാണത്. അറ്റൻഷൻ ആണല്ലേ? സള്ളി ഇതിലന്ന് അടുക്കിക്കണ പുള്ളിക്ക് ഭയങ്കര സുഖമാണല്ലേ? കമ്പിട്ട് അങ്ങോട്ടും ആക്കിയത്. ഇതൊക്കെ ഇന്ത്യൻ എയർഫോഴ്സ്, നേവി തുടങ്ങിയ നല്ലുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ഇത് ഓപ്പറേഷൻ സിന്ദൂർ പ്രമാണിച്ചിട്ടുള്ള പരിപാടിയാണ്. നമ്മളിത് എൻജോയ് ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ എസ്കലേറ്ററിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. 3 പേരും ഞാനും 4 പേരും. ഇനി നമുക്ക് ഇതിന്റെ ഒരു വ്യൂ ആണ്. അതെ, അങ്ങനെ X200 പ്രോയിന്റെ സാംസങ് Z7 അത് തന്നെ നമ്മളെ 7 ഫോൾഡ് കാണാൻ പോയിട്ട് ഇപ്പൊ ഞാൻ മറ്റേ വിവോ X200 പ്രോയും ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. കൊള്ളാമോ സാധനം? ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ്?
ഭാഗ്യ ഇവിടെ വന്നിട്ടുണ്ട്, വിളിച്ച് അങ്ങനെ ഭാഗ്യെ കാണാൻ പോവുകയാണ്. എടി ഞാൻ ഒരു കാര്യം പറയട്ടെ അടി, എന്റെ ബർത്ത്ഡേ ആയിട്ട് അവളെ എനിക്ക് കേക്ക് വാങ്ങിച്ചു തന്നില്ല. കൊച്ചല്ലേ ചിച്ചി കൊച്ച്. നമ്മള് ഭാഗ്യെ കാണാൻ പോണു. അവള് വിളിച്ച എവിടെ ഇരിക്കണം? ഈ മെക്ഡീന സൈഡിലല്ലേ? മെക്ഡൊണാൾഡ്സ് എത്തി. എവിടെ? അവളെനിക്ക് കേക്ക് വാങ്ങിച്ചു തന്നു ഗൈസ്. സർപ്രൈസ് ആയിട്ട് കേക്ക് വാങ്ങിച്ചു. ഹായ്, കണ്ട എന്റെ ഫോൺ ചന്ദ്രു നിന്റെ ഫോണിൽ ചാർജ് 9%. താങ്ക് യു. എവിടെ എന്താണ്? താങ്ക് യു സോ മച്ച്. ഇത് ആരാ പ്ലാന്? അപ്പൊ ഓക്കെ ബൈ അല്ല ഞാൻ ചന്ദ്ര വീഡിയോ റെക്കോർഡ് ചെയ്യണം. അപ്പൊ അതിലോട്ട് സ്വിച്ച് ചെയ്യും. ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് പിടിച്ച്. ഇതാണ് നമ്മുടെ പീവയിലൂടെ കേക്ക്. ഇതാണ് ഭാഗ്യ പീവയ്ക്ക് മേടിച്ച കേക്ക്. നിന്റെ ഫോണിൽ ചാർജ് 9%. താങ്ക് യു സോ മച്ച്. ബൈ അല്ല ഞാൻ ചന്ദ്ര വീഡിയോ റെക്കോർഡ് ഹാപ്പി ബർത്ത്ഡേ പാടാ. പാട്ട് പാടുക. അടുത്ത ആൾക്കാർ കൂടി. ഓഡിയൻസിന് കേക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ നീ അവന് കൊടുക്കാത്തെ. ഹലോ, അങ്ങനെ നമ്മള് ഒരു ലോഡ് സാധനങ്ങൾ എല്ലാരും വാങ്ങിച്ചില്ലേ? സാധനം വാങ്ങിച്ചില്ലേ? ഇതാ അഖിലനും എന്തിനൊക്കെ മേടിച്ചു. നമുക്ക് ആ കടയിൽ ചെന്നിട്ട് പെട്ടി കിട്ടിയില്ല ചേട്ടാ, കുറച്ച് തരാന്ന് പറയാം. അപ്പൊ അങ്ങേര് 1500 തരുള്ളൂ പറയാം. വാങ്ങിച്ചു. ഭാഗ്യേ നിന്റെ കൈ കാണിച്ചോളൂ. ഭാഗ്യേ എന്തൊക്കെ വാങ്ങിച്ചു? ഇതിൽ പക്ഷെ സത്യം പറയാം ഒരു സാധനം പോലും പാവത്തിനുള്ള ഇല്ല കേട്ടോ. 2 കമ്മല് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ടവൽ എനിക്ക്, പിന്നെ 2 ഷർട്ട് അവളെ അച്ഛന്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പാവം വാങ്ങിച്ചുള്ളൂ. പിന്നെ എനിക്ക് പരിചയമില്ലാത്ത ഏതോ ഒരു കൊച്ചിന് ഒരു ഡ്രസ്സ്. ഇതിലെ കൂട്ടത്തിലെ കിങ് അവളാണ്. നീ ഒന്നും വാങ്ങിച്ചില്ലല്ലോ? നീ റീസൺ ഒരു സോക്സ് മാത്രമേ വാങ്ങിച്ചോളൂ. നീ കിടിലോ? ഇത്രയും അവള് ഭാഗ്യയുടെ കൈ കണ്ട. ഭാഗ്യം ഒരുപാട് സാധനം വാങ്ങിച്ചിട്ട് പോയി കിടണ്ട. നിങ്ങൾ എവിടെ നിന്നാണ് ഇത്ര കാശ്? അപ്പൊ ഗൈസ് ഇന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വ്ളോഗ് ഈ തിരക്കിൽ വെച്ച് നിർത്തുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.